നമസ്കാരം. ഹരിതാപം നിറഞ്ഞ വയനാടൻ ചുരങ്ങൾക്കപ്പുറം വികസനത്തിന്റെയും അതിജീവനത്തിന്റെയും പുതിയ ഗാഥ രചിക്കുകയാണ് കേരളം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വയനാടിന്റെ മണ്ണിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശന വിപണനമേള നാടിന്റെ നേട്ടങ്ങളും ജനങ്ങളുടെ പങ്കാളിത്തവും വിളിച്ചോതുന്നതായിരുന്നു. ഏപ്രിൽ 22 മുതൽ 28 വരെ കൽപ്പറ്റ SKMJ സ്കൂളിന് സമീപം കളിക്കടവ് മൈതാനത്ത് അരങ്ങേറിയ ഈ മഹാമേള വയനാടിന്റെ സാമൂഹിക, സാംസ്കാരിക, കാർഷിക, വ്യാവസായിക രംഗങ്ങൾക്ക് പുതിയ ഉണർവേകി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സംരംഭകർക്ക് പുതിയ വാതായനങ്ങൾ തുറക്കാനും ലക്ഷ്യമിട്ട മേള ലക്ഷക്കണക്കിന് ആളുകളെയാണ് ആകർഷിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് വയനാട്ടിൽ തുടക്കം കുറിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ജില്ലാതല സംഗമത്തോടെയാണ്. കോവിഡ് മഹാമാരിയും പ്രകൃതി ദുരന്തങ്ങളും തീർത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളം കൈവരിച്ച നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള ടൗൺഷിപ്പ് ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വയനാടിന് വലിയ ആശ്വാസമായി. കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും കലാസാംസ്കാരിക പരിപാടികളും മാറ്റിവെച്ചിരുന്നു. അതേസമയം കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഉടൻ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീം കോടതിയുടെ അനുകൂല തീരുമാനം വന്നതോടെ എല്ലാ ആശങ്കകളും ഒഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരമോന്നത കോടതിയടക്കം സമീപിക്കുമ്പോൾ ജനങ്ങളിലേക്കൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടാകും. പരമോന്നത കോടതിയും അത് അംഗീകരിച്ചു. ഒരു തടസ്സവും ഇനിയില്ല. കേന്ദ്ര സഹായത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ തയ്യാറാവാതിരുന്ന പ്രതിപക്ഷ നടപടിയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല സംഗമത്തിൽ കലാ, സാംസ്കാരിക, കായിക, മതരംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം താരം സജന സജീവൻ, ചലച്ചിത്ര താരം അബു സലീം തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ദുഃഖാചരണം കാരണം മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ആദ്യ ദിവസങ്ങളിലെ കലാപരിപാടികളും മാറ്റിവെച്ചെങ്കിലും മേളയുടെ ഭാഗമായുള്ള ജില്ലാതല സംഗമവും പ്രദർശന സ്റ്റാളുകളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. VVIPകൾ സ്ഥിരമായി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങാറുള്ള വയനാട് SKMJ സ്കൂൾ ഗ്രൗണ്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ നഗരിയായി മാറിയിരിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ, മറ്റ് വിപണന സ്റ്റാളുകൾ, സ്റ്റാർട്ടപ്പ് മിഷൻ, പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം, കിഫ്ബി, കായികം എന്നീ വകുപ്പുകളുടെ പവലിയനുകൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മിനി തിയേറ്റർ, പോലീസ് വകുപ്പിന്റെ ഡോഗ് ഷോ, കാരവാൻ ടൂറിസം, മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനങ്ങൾ എന്നിവയും സജ്ജമാണ്. സെമിനാറുകൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഭക്ഷ്യ പുസ്തകമേള, കാർഷിക പ്രദർശനം എന്നിവയും നടക്കുന്നുണ്ട്. മേളനഗരിയിൽ 2500 ചതുരശ്ര അടിയിൽ IPRDയുടെ തീം പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കലാകാരന്മാരുടെ ലൈവ് ഡെമോൺസ്ട്രേഷനും മേളയിൽ ഒരുക്കും. അറിവും വിനോദവും വിപണന സാധ്യതകളും ഒരു കുടക്കീഴിൽ അണിനിരത്തിയ എന്റെ കേരളം മേള കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പവലിയനുകൾ, സംരംഭകരുടെ വിപണന സ്റ്റാളുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യമേള, പുസ്തകമേള, കാർഷിക പ്രദർശനം എന്നിവയെല്ലാം മേളയുടെ ഭാഗമായിരുന്നു. 2500 ചതുരശ്ര അടിയിൽ ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഒരുക്കിയ തീം പവലിയൻ മേളയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാവി പദ്ധതികളും ഇവിടെ മനോഹരമായി അവതരിപ്പിച്ചു. ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ. EMS, AKG തുടങ്ങിയ നേതാക്കളുടെ ജയിൽ വാസക്കാലത്തെ കൈപ്പട പതിഞ്ഞ രജിസ്റ്ററുകളും പരോൾ അപേക്ഷകളും ഇവിടെ കാണാം. ഒരു ജില്ലാ ജയിലിന്റെ മാതൃക
തൂക്കുമരം, കണ്ടംഡ് സെൽ എന്നിവയെല്ലാം ജയിൽ ജീവിതത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകി. വയനാട്ടിൽ ആദ്യമായാണ് ജയിൽ വകുപ്പ് ഇത്തരമൊരു പ്രദർശനം ഒരുക്കുന്നത് എന്നതും ശ്രദ്ധേയമായി. EMS, AKG തുടങ്ങിയ നേതാക്കന്മാർ ജയിൽവാസകാലത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രജിസ്റ്ററുകൾ മാത്രമല്ല ഇവിടെയുള്ളത്. അവരുടെ പരോളപേക്ഷയും പ്രമുഖരുടെ ജയിൽ സന്ദർശക രജിസ്റ്ററിലെ കുറിപ്പുകളും ജയിൽ വകുപ്പിന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ ജയിലിന്റെ മാതൃകയിലുള്ള പ്രധാന കവാടം, ഫെൻസിങ്ങോടെയുള്ള മതിൽ, സെല്ലുകൾ, തൂക്കുമരത്തിന്റെ മാതൃക തുടങ്ങിയവയെല്ലാം സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതികളെ പാർപ്പിക്കുന്ന കണ്ടംഡ് സെൽ, തടവുകാർക്ക് ഫോൺ ചെയ്യാൻ പ്രത്യേകം രൂപീകരിച്ച സ്മാർട്ട് കാർഡ് ഉപകരണം, തടവുകാരുടെ പരാതിപ്പെട്ടികൾ തുടങ്ങിയവയും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാകും. ജയിൽ വകുപ്പിന്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ജയിലിനെക്കുറിച്ചും ജയിലിനുള്ളിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും ജയിലിലെ പ്രവർത്തന രീതികളുമെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് വയനാട് കൽപ്പറ്റയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ജയിൽ വകുപ്പിന്റെ സ്റ്റാൾ. ജയിലിൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മതിലാണെങ്കിലും ഗേറ്റ്, ആ മതിലിൻ്റെ പുറത്തുള്ള ഫെൻസിങ്, സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന കണ്ടം സെല്ല്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജയിൽ എന്താണെന്നും ജയിലിലെ രജിസ്റ്ററുകൾ, റിമാൻഡ് ആയാലും ശിക്ഷയായാലും പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജയിലിൽ വേണ്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഈ ഒരു സ്റ്റാളിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജയിലുകളെക്കുറിച്ചുള്ള വേറിട്ട അറിവുകളും ജയിലിലെ കൗതുക കാഴ്ചകളുമെല്ലാം ജില്ലാ ജയിലിന്റെ തീം സ്റ്റാളിലുണ്ട്. സംസ്ഥാനത്ത് തൂക്കിലേറ്റിയവരുടെ വിവരങ്ങളും വിവിധ തരം ശിക്ഷാ നടപടികൾ, ശിക്ഷാ തടവുകാർക്കുള്ള അവധികൾ തുടങ്ങിയ കാര്യങ്ങൾ പോലും സ്റ്റാളിലെത്തുന്നവർക്ക് ജയിൽ വകുപ്പ് അധികൃതർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വയനാടിന്റെ കാർഷിക പാരമ്പര്യത്തിന് ഊർജം പകരുന്നതായിരുന്നു കൃഷി വകുപ്പിന്റെ സ്റ്റാൾ. കൃഷിയിടത്തിലെ ഡ്രോൺ ഉപയോഗം നേരിൽ കാണാനും മനസ്സിലാക്കാനും ഇവിടെ അവസരമുണ്ടായിരുന്നു. കർഷകർക്കുള്ള ഓൺലൈൻ സേവനമായ കതിർ ആപ്പ് രജിസ്ട്രേഷൻ, വിളകളുടെ രോഗകീട നിയന്ത്രണത്തിനായുള്ള ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്, പ്ലാന്റ് ഡോക്ടർമാരുടെ സേവനം എന്നിവ കർഷകർക്ക് ഏറെ പ്രയോജനകരമായി. കേരള ഗ്രോ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ശ്രദ്ധ നേടി. കൃഷിയിടത്തിലെ ഡ്രോൺ ഉപയോഗത്തെക്കുറിച്ച് കർഷകർക്കും പൊതുജനത്തിനും അവബോധം സൃഷ്ടിക്കുന്നതിന് വേദിയൊരുക്കുകയാണ് കൃഷി വകുപ്പിന്റെ സ്റ്റാൾ. ഡ്രോൺ പ്രവർത്തനം അടുത്തറിയുന്നതിനായി ലൈവ് ഡെമോൺസ്ട്രേഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കർഷകർക്ക് അവരുടെ ഫീൽഡിൽ ഏറ്റവുമായി പ്രശ്നമുണ്ടാകുന്ന രോഗകീടബാധകളെ എങ്ങനെ തിരിച്ചറിയാം, അത് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉപകാരപ്രദമായിക്കൊണ്ട് എല്ലാ കൃഷിഭവനുകളിലും പ്രവർത്തിക്കുന്ന പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കുകളുടെ ഒരു മോഡലും ഇവിടെ അവതരിപ്പിക്കുന്നു. കാർഷിക സേവനങ്ങൾ ഒരു കുടക്കീഴിലാക്കുന്ന കതിർ ആപ്പിന്റെ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളും എല്ലാം ഈ സ്റ്റാളിലുണ്ട്. വിളകളിലെ രോഗകീട നിയന്ത്രണം സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്കും പ്ലാന്റ് ഡോക്ടർ സേവനവും ഒരുക്കിയിട്ടുണ്ട്. കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെയും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം ആരെയും ആകർഷിക്കുന്നതാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കൃഷിയും കൃഷിരീതിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും ലളിതവുമായി വിശദീകരിച്ചു കൊടുക്കാൻ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ സേവനം സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ചക്ക, മാങ്ങ, പാഷൻ ഫ്രൂട്ട് തുടങ്ങിയ പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയും രുചിയുമുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ തയ്യാറാണ്. ഗ്രീൻ ടീ, കാർഡമം ടീ, ജിഞ്ചർ ടീ തുടങ്ങിയ വിവിധ തേയില ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത കാപ്പി ഉൽപ്പന്നങ്ങളും തേനിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൃഷിവകുപ്പിന്റെ സ്റ്റാളിൽ ലഭ്യമാണ്. വയനാട് നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നായ വന്യജീവി സംഘർഷത്തിന് പരിഹാരം തേടുന്നതായിരുന്നു വനം വകുപ്പിന്റെ സ്റ്റാൾ. ആനകളെ തുരത്താൻ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ AI ഫെൻസിംഗ് ഇവിടെ പരിചയപ്പെടുത്തി. ഇരുളത്ത് സ്ഥാപിച്ച ഇതിന്റെ പ്രവർത്തനം മാതൃകയിലൂടെ വിശദീകരിച്ചു. വിവിധ തരം ഫെൻസിങ്ങുകൾ, ക്യാമറ ട്രാപ്പ്, കുങ്കി ആനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, RRT സംഘത്തിന്റെ സുരക്ഷാ ജാക്കറ്റ് എന്നിവയെല്ലാം പ്രദർശനത്തിനുണ്ടായിരുന്നു. വനശ്രീ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളും ശ്രദ്ധയാകർഷിച്ചു. ആനക്കൂട്ടത്തെ തുരത്താൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI ഫെൻസിംഗ് ഒരുക്കിയിരിക്കുകയാണ് വനം വകുപ്പിന്റെ സ്റ്റാളിൽ. വയനാട് ഇരുളത്ത് സ്ഥാപിച്ച ആദ്യ AI ഫെൻസിംഗ് ആണ് പ്രദർശനത്തിലുള്ളത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതും
മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ കാരണങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ 10 മിഷനുകൾ, ബോധവൽക്കരണ വീഡിയോകൾ എന്നിവയുടെ LED പ്രദർശനവുമുണ്ട്. കുങ്കിയാനയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ ലഭ്യമാണ്. വനവും വന്യജീവികളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയുടെ ഒരു സുഗമമായ നിലനിൽപ്പിന് ഇത് രണ്ടിനും പ്രധാന പ്രാധാന്യമുണ്ട്. പക്ഷേ വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്താതിരിക്കാനുള്ള പല അത്യാധുനിക പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വനത്തിനുള്ളിൽ തയ്യാറാക്കിയിട്ടുള്ള സോളാർ ഫെൻസിംഗ്, ഹാങ്ങിംഗ് ഫെൻസിംഗ്, പവർ ഫെൻസിംഗ്, ട്രിപ്പ് അലാറം, പിറ്റ്സ് ഏർലി വാർണിംഗ്, ക്യാമറ ട്രാപ്പ് എന്നിവയും ഫോറസ്റ്റ് മിനിയേച്ചറിലൂടെ ഒരുക്കിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ RRT സംഘം ധരിക്കുന്ന സേഫ്റ്റി ജാക്കറ്റിന്റെ പൂർണ്ണരൂപവും കാണികളെ ആകർഷിക്കുന്നുണ്ട്. സ്റ്റാളിന് പുറത്ത് വനവകുപ്പ് വിഭാഗം ഉപയോഗിക്കുന്ന വല, തോക്കുകൾ, ഫയർ ബീറ്റർ, ബസൂക്ക, ബ്ലോവർ, മയക്കുവെടി വെക്കുന്നതിനുള്ള ഇഞ്ചക്ടർ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വനശ്രീയുടെ പ്രത്യേക സ്റ്റാളും സജ്ജീകരിച്ചിട്ടുണ്ട്. മയക്കുമരുന്നല്ല, ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി എക്സൈസ് വകുപ്പ് ഒരുക്കിയ വിമുക്തി സ്റ്റാൾ യുവതലമുറയെ ആകർഷിച്ചു. ഇന്ററാക്റ്റീവ് ഗെയിമുകളിലൂടെയും ബോധവൽക്കരണ പരിപാടികളിലൂടെയും ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം നൽകി. ഡാറ്റ ബോർഡ്, ത്രോ ബോൾ, പസിൽ ഗെയിമുകൾ, ഐ ലവ് മൈ ലൈഫ് ഏരിയ, നോ ടു ഡ്രഗ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ, സെൽഫി കോർണർ എന്നിവയെല്ലാം സ്റ്റാളിന് ജനപ്രീതി നൽകി. ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും നമ്മുടെ യുവതലമുറയെ ലഹരിയിൽ നിന്നും പിന്നോട്ട് പിടിച്ച് കായികങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെയുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് ലഹരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രദർശനത്തിനും വിപണനത്തിനും അപ്പുറം അറിവ് പകരുന്ന നിരവധി സെമിനാറുകൾക്കും എൻ്റെ കേരളം മേള വേദിയായി. ജീവിതത്തിന്റെ ലഹരി യുവാക്കളിലേക്ക് പകർന്നു നൽകുന്ന സ്റ്റാളാണ് കൽപ്പറ്റയിലെ എൻ്റെ കേരളം പവലിയനിൽ വിമുക്തി പദ്ധതിയുടെ ബാനറിൽ എക്സൈസ് ഒരുക്കിയിട്ടുള്ളത്. യുവാക്കളിൽ പിടിമുറുക്കുന്ന മയക്കുമരുന്നു ലഹരിയെ തുടച്ചു നീക്കി ജീവിതമെന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് അവരെ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഡാറ്റ് ബോർഡ്, ത്രോ ബോൾ, പസിൽ എന്നീ ഗെയിമുകളാണ് എക്സൈസിന്റെ സ്റ്റാളിൽ എത്തുന്നവർക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. ത്രോ ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് സമ്മാനവുമുണ്ട്. ജീവിതമെന്നത് ഒരു ഉന്നം തെറ്റാതെ നിശ്ചിത പരിധിക്കുള്ളിൽ തീർക്കേണ്ട ലക്ഷ്യമാണെന്ന സന്ദേശമാണ് ഡാറ്റ് ബോർഡ് ഗെയിമിലൂടെ പ്രചരിപ്പിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയെന്ന പ്രചോദനത്തോടെ ഐ ലവ് മൈ ലൈഫ് ഏരിയയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. മത്സര ഇനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ രസകരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്ഷൻ, വിലയേറിയ വ്യത്യസ്തമായ ക്യാപ്ഷനുകൾ രചിച്ച് അത് ബോക്സിലിട്ട് അത് പിന്നീട് നറുക്കെടുപ്പിലൂടെ അതിന് വിജയികളെ പ്രഖ്യാപിക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും വളരെ പോസിറ്റീവായിട്ടാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ ആരെയും ആകർഷിക്കുന്ന സ്റ്റാളിൽ നോ ടു ഡ്രഗ്സ്, സിഗ്നേച്ചർ ക്യാമ്പയിൻ, സെൽഫി കോർണർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷത്തെ മയക്കുമരുന്ന് കേസുകളിൽ നടപ്പിലാക്കിയ ഉയർന്ന ശിക്ഷകളുടെ പത്രക്കുറിപ്പുകൾ, ചിത്രങ്ങൾ, വീഡിയോ എന്നിവയും ഇവിടെയുണ്ട്. കൂടാതെ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ സമൂഹത്തിന് സംഭവിക്കുന്ന വിപത്ത് സംബന്ധിച്ച സന്ദർശകർക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട്. കൃഷി വകുപ്പ് സംഘടിപ്പിച്ച കാപ്പി, കുരുമുളക് ശാസ്ത്രീയ കൃഷി പരിപാലന മുറകൾ സെമിനാർ കാലാവസ്ഥാ വ്യതിയാനം നാണ്യവിളകളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും മണ്ണിന്റെ മൂല്യമറിഞ്ഞ് കൃഷി ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും കർഷകർക്ക് പകർന്നു നൽകി. കാപ്പിയും കുരുമുളകും കൃഷി ചെയ്യുന്നു. ആ രണ്ടും പരസ്പരം ചെയ്യാൻ പറ്റുന്ന കൃഷി എന്നതിനപ്പുറത്തേക്ക് ഏകവിള കൃഷിയിലേക്ക് നമ്മൾ പരിമിതപ്പെടാതെ ബഹുവിള കൃഷിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കണം. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കാപ്പി, കുരുമുളക് ശാസ്ത്രീയ കൃഷി പരിപാലന മുറകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. 100-ലധികം കർഷകർ പങ്കെടുത്തു. കൃഷിവകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ PV വിക്രമൻ വിഷയാവതരണം നടത്തി. 67,500 ഹെക്ടറിലുള്ള കാപ്പിയാണ് വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷി. 38,000 ഹെക്ടറിൽ മാത്രമാണ് ജില്ലയിൽ കുരുമുളക് കൃഷി ചെയ്യുന്നത്. കാലക്രമേണ കുരുമുളക് കൃഷി കുറയുന്ന സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിന് മാറ്റം വരുത്താൻ കൃഷിയുടെ പ്രശ്നം മനസ്സിലാക്കി സമീപിക്കാൻ കർഷകർ തയ്യാറാകണമെന്ന് PV വിക്രമൻ പറഞ്ഞു. ആകെ ഇന്ത്യയിലുണ്ടാകുന്ന 78,000 അല്ലെ 73,000 ടൺ കുരുമുളകിലെ നമ്മുടെ സംഭാവന 33,000 ടണ്ണോളം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞ് 28,000 കർണാടക ആ സ്ഥാനം കൊണ്ടുപോയി. 1ാം സ്ഥാനം കർണാടക കൊണ്ടുപോയി കുരുമുളകിൻ്റെ ഉൽപ്പാദനം. കാപ്പിയിൽ അവർ തന്നെയാണ് മുന്നിൽ. വയനാട് ജില്ലയിൽ 30-ലധികം സ്ഥലങ്ങളിൽ മണ്ണിന്റെ pH മൂല്യം 5-ൽ താഴെയാണെന്ന് സെമിനാർ വ്യക്തമാക്കി. മണ്ണറിഞ്ഞ്, വിത്തറിഞ്ഞ്, വിളയറിഞ്ഞ് വിളവെടുക്കലാണ് കൃഷിയിലെ എക്കാലത്തെയും വലിയ പാഠമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു.
വയനാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് മോഡറേറ്ററായി. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു പോൾ, ആത്മ പ്രൊജക്ട് ഡയറക്ടർ ജ്യോതി പി ബാബു, കൃഷി വകുപ്പ് എക്സ്റ്റൻഷൻ ആൻഡ് ട്രെയിനിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഷീബ ജോർജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച സംഗമവും ബഹുസ്വര സംസ്കാരത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലെ സെമിനാറും ശ്രദ്ധേയമായി. സംസ്ഥാനം കൈവരിച്ച വൈജ്ഞാനിക മുന്നേറ്റത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നു. അക്ഷര പുരസ്കാര വിതരണവും ഇതോടൊപ്പം നടന്നു. ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈജ്ഞാനിക മുന്നേറ്റം കൈവരിച്ച നാട് കേരളമാണെന്ന് VK മധു പറഞ്ഞു. വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുവാൻ സംസ്ഥാനത്തെ 10,000-ഓളം ഗ്രന്ഥശാലകൾ വഹിച്ച പങ്ക് വലുതാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് വിള്ളലേൽപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ വൈജ്ഞാനിക മുന്നേറ്റം ഒരു നവകേരളത്തിന് അടിത്തറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമുക്കറിയാം. ബഹുസ്വര സംസ്കാരത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ 2024-2025 വർഷത്തെ അക്ഷര പുരസ്കാരവും വിതരണം ചെയ്തു. മികച്ച നോവലായി ഹാരിസ് നെന്മേനിയുടെ പാലം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കവിതാ പുരസ്കാരം വിഷ്ണുപ്രസാദിന്റെ പൂക്കളുടെ ഭാഷ നേടിയപ്പോൾ ജോയി പാലക്കാമൂലയുടെ കറുപ്പനാണ് മികച്ച കഥ. മികച്ച വൈജ്ഞാനിക സാഹിത്യകൃതിയായി KP ദീപയുടെ വയനാടൻ ചിത്രലിഖിതങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. പുരസ്കാര ജേതാക്കൾക്ക് 3000 രൂപയുടെ ക്യാഷ് അവാർഡും ഫലകവും എഴുത്തുകാരി CS ചന്ദ്രിക വിതരണം ചെയ്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TB സുരേഷ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK സുധീർ, ജോയിന്റ് സെക്രട്ടറി PK ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന K-സ്മാർട്ട് പദ്ധതിയെക്കുറിച്ച് അവബോധം നൽകാൻ സംഘടിപ്പിച്ച സെമിനാറിൽ 600ഓളം പേർ പങ്കെടുത്തു. ഈ പദ്ധതി ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്ന സെമിനാർ വിലയിരുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് K-സ്മാർട്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ പുരോഗതി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് K-സ്മാർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷനാണ് K-സ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ വികസിപ്പിച്ചത്. ഇതേക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുകയായിരുന്നു സെമിനാറിന്റെ ലക്ഷ്യം. 600ഓളം പേരാണ് സെമിനാറിൽ പങ്കെടുത്തത്. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിരവധിയായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് കേരളത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ മുന്നേറ്റങ്ങളെല്ലാം ഈ ആധുനിക കാലത്തെ വെല്ലുവിളികൾ ഉൾപ്പെടെ ഈ ആധുനിക കാലത്തെ മാറ്റങ്ങളടക്കം ഉൾക്കൊണ്ടുകൊണ്ട് നിലനിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ കാര്യമാണ്. ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ CK അജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളും ഗവേണൻസും എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജി തോമസും K-സ്മാർട്ടും സേവനങ്ങളും എന്ന വിഷയത്തിൽ വകുപ്പ് സീനിയർ സൂപ്രണ്ട് K ശ്രീജിത്തും അവതരണം നിർവഹിച്ചു. ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ P റഷീദ് ബാബു, LSGD അസിസ്റ്റന്റ് ഡയറക്ടർ ജോമോൻ ജോർജ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത മന്ത്രി PA മുഹമ്മദ് റിയാസ് വയനാട് ചുരത്തിന് സമാന്തരമായി റോപ്പ് വേ പദ്ധതി നടപ്പാക്കുമെന്നും സാഹസിക ടൂറിസത്തിന് പ്രാധാന്യം നൽകുമെന്നും പ്രഖ്യാപിച്ചു. തുടർ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സെമിനാറും നടന്നു. കേരളത്തിന്റെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയിൽ നിർണായക പങ്കുവഹിക്കാൻ വേണ്ടി പറ്റുന്ന പ്രദേശമായിട്ടാണ് വയനാടിനെ കണ്ടിട്ടുള്ളത്. കേരള ടൂറിസത്തിന്റെ വളർച്ചയിൽ വയനാട് ചുരത്തിന് സമാന്തരമായി റോപ്പ് വേ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണിത്. സംസ്ഥാനത്തിന് അനുയോജ്യമായ സാഹസിക ടൂറിസത്തെ സംബന്ധിച്ച് പ്രത്യേക പഠനത്തിന് വിനോദസഞ്ചാര വകുപ്പ് നേതൃത്വം നൽകും. മേഖലയിൽ ആവശ്യമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയെ ചുമതലപ്പെടുത്തും. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുകയാണ് സാഹസിക ടൂറിസത്തിൽ ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി വയനാട് ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. ഗോത്രജനസംഖ്യ കൂടുതലുള്ളതിനാൽ വയനാട് ജില്ലയിൽ തുടർ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഏറെയാണെന്ന് ജില്ലാ കലക്ടർ DR മേഘശ്രീ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന ജനകീയ പദ്ധതിയാണ് കേരളത്തിലെ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെന്ന് സെമിനാർ ചൂണ്ടിക്കാട്ടി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P പ്രശാന്ത് കുമാർ സെമിനാർ മോഡറേറ്ററായി. എക്സൈസും ആരോഗ്യ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സംവാദം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സജന സജീവൻ ഉദ്ഘാടനം ചെയ്തു.
സെറ്റാക്കാം ബ്രോ ജീവിതത്തോട് എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന പരിപാടിയിൽ ലഹരിക്കെതിരെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ഓർമ്മിപ്പിച്ചു. എനിക്കും എൻ്റെ ചുറ്റുപാടും ഒരുപാട് ലഹരി ഉപയോഗിക്കാനുള്ള അവസരങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു എവിടെ എത്തിച്ചേരണം എന്നുള്ളത്. സോ ആരൊക്കെ നമ്മളെ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ അതിലേക്ക് കടത്താൻ ശ്രമിച്ചാലും നമ്മളുടെ നോ കൊണ്ട് അത് വേണ്ടാന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. സമൂഹത്തിന് മാതൃകയാവുന്നതും ഓരോരുത്തർക്കും താല്പര്യവുമുള്ള നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ ലഹരി ആസക്തി മറികടക്കാമെന്ന് സജിന സജീവൻ വ്യക്തമാക്കി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ഷാജൻ ജോസ് മോഡറേറ്ററായി. പനമരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ആശയവുമായി നൃത്ത പരിപാടിയും അവതരിപ്പിച്ചു. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KR ദീപ, കൽപ്പറ്റ ജനറൽ ആശുപത്രി സൈക്കാട്രി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ KR ഹരീഷ് കൃഷ്ണൻ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മാസ് മീഡിയ ഓഫീസർ KM മുസ്തഫ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ T ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിജ്ഞാനത്തിനൊപ്പം വിനോദത്തിനും മേളയിൽ കുറവുണ്ടായിരുന്നില്ല. കായിക വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയ 14 വ്യത്യസ്ത കായിക ഇനങ്ങളുടെ ചെറുപതിപ്പുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹരമായി. ഇലക്ട്രിക് ബസ് വയർ ഗെയിം മുതൽ സോഫ്റ്റ് ആർച്ചറിയും ഫുട്ബോളും വരെ ഇവിടെ ഉണ്ടായിരുന്നു. പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം. വരുന്ന തലമുറയ്ക്ക് ലഹരിയല്ല, കായിക സ്പോർട്സാണ് ലഹരി എന്നുള്ളൊരു സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള, ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. മെയിൻ ഉദ്ദേശം അതാണ്. അതോടൊപ്പം തന്നെ അവരുടെ കായികക്ഷമത, നിലവിൽ അവരുടെ കായികക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിവിധ സ്റ്റേഷൻസ് 9-10 സ്റ്റേഷൻസ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കിയ മിനി തിയേറ്ററിൽ മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ സൗജന്യമായി പ്രദർശിപ്പിച്ചത് സിനിമാ പ്രേമികൾക്ക് നവ്യ അനുഭവമായി. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള തിയേറ്ററിൽ ദിവസവും 4-5 സിനിമകൾ പ്രദർശിപ്പിച്ചു. 8 മുതൽ 60 വരെ പ്രായമുള്ള ഏതൊരാൾക്കും കളിക്കാവുന്ന 14 വ്യത്യസ്ത കായിക ഇനങ്ങളുടെ ചെറുപതിപ്പുകളാണ് കായിക വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. ഇലക്ട്രിക് ബസ് വയർ ഗെയിം, ത്രോയിങ് ടാർജറ്റ്, ബാസ്കറ്റ്ബോൾ, സോഫ്റ്റ് ആർച്ചറി, സ്വിസ് ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ഹൂപ്സ്, സ്കിപ്പിംഗ് റോപ്പ്, ബാലൻസിംഗ്, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ, ഫോം റോളർ തുടങ്ങിയവയാണ് അവ. അമ്പെയ്യാനും ഗോളടിക്കാനും ബോൾ ബാസ്കറ്റ് ചെയ്യാനും വളയമെറിഞ്ഞ് കളിക്കാനും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇവിടെ തയ്യാറാണ്. വയനാട് കൽപ്പറ്റയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേളയിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന സ്റ്റാളുകളിലൊന്നാണ് കായിക വകുപ്പിൻ്റേത്. കായിക വകുപ്പ് കൈവരിച്ച നേട്ടങ്ങളും വിവിധ കായിക പ്രതിഭകളുടെ എണ്ണം പറഞ്ഞ പ്രകടനങ്ങളും LED സ്ക്രീനിലൂടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് മിനി തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത്. 21.5 അടി നീളവും 11.5 അടി ഉയരവുമുള്ള LED സ്ക്രീനും അത്യാധുനിക സൗണ്ട് സിസ്റ്റവും മികച്ച സാങ്കേതിക വിദ്യകളുമായി നിർമ്മിച്ച മിനി തിയേറ്ററിൽ ഒരേ സമയം 50ഓളം ആളുകൾക്ക് സിനിമ ആസ്വദിക്കാൻ കഴിയും. സിനിമാ പ്രേമികൾക്കായി ദിവസവും 4-5 വ്യത്യസ്ത സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രദർശനം സൗജന്യമാണ്. എൻ്റെ കേരളം മേളയുടെ നടത്തിപ്പിൽ വനിതാ പങ്കാളിത്തം എടുത്തു പറയേണ്ടതായിരുന്നു. ശുചീകരണം മുതൽ സുരക്ഷയും സ്റ്റാളുകളുടെ നടത്തിപ്പും സംഘാടനവും വരെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനറായ ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ നേതൃത്വം അവർക്ക് കരുത്തേകി. സംരംഭകത്വ മേഖലയിലും വനിതകൾ മികവ് തെളിയിച്ചു. മയിലാടിപ്പാറയുടെ താഴ്വാരത്ത് വിശാലമായി ഒരുക്കിയ ഈ പ്രദർശന നഗരിയിൽ തിരക്കേറി കഴിഞ്ഞു. ശുചീകരണം മുതൽ സുരക്ഷയൊരുക്കുന്നതുവരെയുള്ള രംഗങ്ങളിൽ വനിതാ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. സൂര്യൻ കോടമഞ്ഞിനോട് പടവെട്ടി പുറത്തെത്തുന്നതിന് മുൻപ് തന്നെ ശുചീകരണത്തിനായി നിയോഗിക്കപ്പെട്ടവർ ജോലികൾ പൂർത്തിയാക്കും. പ്രദർശന നഗരിയിലേക്ക് വരുന്ന വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ വഴിയൊരുക്കുന്നതും പ്രദർശനം കാണാനെത്തുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും വനിതകൾ തന്നെ. സംഘാടകർക്കും സെമിനാറിൽ പങ്കെടുക്കാനെത്തുന്നവർക്കും ഭക്ഷണമൊരുക്കുന്നതും ഈ കുത്തക കൈമുതലാക്കിയ ഇവർ തന്നെയാണ്. പ്രദർശന നഗരിയിലെ 200-ലധികം സ്റ്റാളുകളിലും ഈ സാന്നിധ്യം
തങ്ങളിലുള്ള വിശ്വാസമാണെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ സാരഥികളെ കൃഷിഭവനുകളിലെ ഉദ്യോഗസ്ഥരെ നോക്കിയാലും മെജോറിറ്റിയും വനിതകളാണ്. ഈ വനിതകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് മുന്നോട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുതൽക്കൂട്ടാവുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനറായ വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീയും ഇവർക്കൊപ്പം സജീവമായുണ്ട്. വിൽപ്പന സ്റ്റാളുകളിലും മുൻതൂക്കം വനിതകൾക്ക് തന്നെ. സംരംഭകത്വ മേഖലയിൽ മികവ് തെളിയിച്ചവരും ഇവരിലുണ്ട്. വയനാടിൻ്റെ അതിജീവനത്തിന് നാടൊട്ടുക്ക് കൈകോർത്തപ്പോൾ ആ കരങ്ങൾക്ക് കരുത്തേകിയ വനിതകളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ തനിയാവർത്തനമായിരുന്നു എൻ്റെ കേരളം പ്രദർശന നഗരിയിലും തിളങ്ങി നിന്നത്. വയനാടിൻ്റെ അതിജീവന ചരിത്രത്തിലെ നിർണായക ഏടായ ചൂരൽമല ബെയിലി പാലത്തിന് മേളയിൽ ഉചിതമായ ആദരവ് ലഭിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിത സമയത്ത് ഇന്ത്യൻ കരസേന നിർമ്മിച്ച പാലത്തിൻ്റെ ഓർമ്മയ്ക്കായി ജില്ലാ ഭരണകൂടം ചൂരൽമലയിൽ നിന്നെത്തിച്ച ഉരുളൻ കല്ലുകൾ കൊണ്ട് ഒരു ഇൻസ്റ്റലേഷൻ നിർമ്മിച്ചു. ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് എന്ന് പേരിട്ട ഈ സെൽഫി പോയിന്റ് ദുരന്തമുഖത്ത് കൈത്താങ്ങായ സൈന്യത്തിനുള്ള ആദരവായി മാറി. ദുരന്തത്തെ അതിജീവിച്ചവർക്കായി തുടങ്ങിയ ബെയിലി സ്റ്റാർട്ടപ്പ് മിഷന്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന സ്റ്റാളും മേളയിലുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ സോഷ്യൽ മീഡിയ സെല്ലിന്റെയും ജീവനക്കാരുടെയും വെള്ളരിമല വില്ലേജ് ഓഫീസർ M അജീഷിന്റെയും ആർട്ടിസ്റ്റ് അയ്യപ്പന്റെയും നേതൃത്വത്തിൽ 5 ദിവസം കൊണ്ടാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് നിർമ്മിച്ചത്. ഇതിനാവശ്യമായ ഉരുളൻ കല്ലുകൾ ദുരന്തം താണ്ഡവമാടിയ ചൂരൽമലയിൽ നിന്ന് തന്നെ എത്തിച്ചു. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ പ്രവേശന കവാടത്തിനടുത്താണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. കരസേനയിലെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് 190 അടി നീളമുള്ള ബെയിലി പാലം ദുരന്ത സമയത്ത് ചൂരൽമലയിൽ നിർമ്മിച്ചത്. മേള കഴിഞ്ഞാൽ സിവിൽ സ്റ്റേഷനിലെ കൽപാർക്കിലേക്ക് ഇൻസ്റ്റലേഷൻ മാറ്റി സ്ഥാപിക്കും. ദുരന്തത്തെ അതിജീവിച്ചവർക്കായി വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ബെയിലി എന്ന സ്റ്റാർട്ടപ്പ് മിഷൻ തുടങ്ങിയിരുന്നു. ബാഗ്, കുട തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് സ്വയം തൊഴിൽ പരിശീലനവും നടത്തിവരുന്നുണ്ട്. അതിനായി 17-ൽ പരം തയ്യൽ മെഷീനുകൾ അതിജീവിതർക്കായി ഒരുക്കിയിട്ടുണ്ട്. ബെയിലി കഫേ, മുള ഉൽപ്പന്നങ്ങൾ, കുടിവെള്ള കുപ്പി തുടങ്ങിയവയും ബെയിലിക്ക് കീഴിൽ നിർമ്മിക്കുന്നുണ്ട്. ഇവരുടെ സ്റ്റാൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. ഒരാഴ്ചക്കാലം വയനാടിന് ഉത്സവ ഛായ പകർന്ന് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഏപ്രിൽ 28-ന് സമാപനമായി. സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. വയനാടിന്റെ വ്യാവസായിക പുരോഗതി ലക്ഷ്യമിട്ട് 3110 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് ജില്ലയുടെ ഭാവി വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകും. 9588 പുതിയ സംരംഭങ്ങൾ വയനാട് ജില്ലയിൽ ഈ 3 വർഷത്തിലുണ്ടായി. നേരത്തെ വ്യവസായികൾ പറയുന്നു വയനാട്ടിൽ വ്യവസായം 4 ദിവസമേ ഉള്ളൂ എന്നാണ് കണക്കാക്കിയിരുന്നെങ്കിൽ ഇപ്പോ വയനാട് മോശമല്ല. ഞങ്ങൾ ടാർഗറ്റ് ഇട്ടപ്പോ ആദ്യ 100% അച്ചീവ് ചെയ്ത ജില്ല വയനാട് ജില്ലയാണ്. പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷത വഹിച്ചു. 1 ലക്ഷത്തോളം പേർ മേള സന്ദർശിച്ചുവെന്നാണ് കണക്ക്. മേളയിലെ മികച്ച സ്റ്റാളുകൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാൾ മികച്ച തീം സ്റ്റാളിനും തൃശ്ശീലേലിയിലെ വയനാടൻ ഹാൻഡ്ലൂം ആൻഡ് പവർലൂം സഹകരണ സംഘം മികച്ച വാണിജ്യ സ്റ്റാളിനുമുള്ള പുരസ്കാരം നേടി. വയനാട് ജില്ലാതല എൻ്റെ കേരളം പ്രദർശന വിപണനമേള 1 ലക്ഷത്തോളം പേരാണ് സന്ദർശിച്ചത്. വൈവിധ്യങ്ങളാർന്ന സ്റ്റാളുകളായിരുന്നു പ്രത്യേകത. ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാടിന്റെ അതിജീവനത്തിനുള്ള വലിയ കരുത്തായി മേള മാറി. ഒരാഴ്ച നീണ്ട എൻ്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് സമാപനം കുറിച്ച് നടന്ന സമ്മേളനത്തിൽ മന്ത്രി OR കേളു അധ്യക്ഷത വഹിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മേള സംഘടിപ്പിച്ചത്. മികച്ച തീം സ്റ്റാളുകൾക്കുള്ള ജില്ലാ കളക്ടറുടെ പുരസ്കാരത്തിന് ആരോഗ്യവകുപ്പിന്റെ സ്റ്റാൾ അർഹമായി. മികച്ച വാണിജ്യ സ്റ്റാളിനുള്ള പുരസ്കാരം വയനാട് ഹാൻഡ്ലൂം ആൻഡ് പവർലൂം മൾട്ടിപർപ്പസ് വ്യവസായ സഹകരണ സംഘം തൃശ്ശിലേരി നേടി. സമാപന സമ്മേളനത്തിൽ ഇവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും പ്രാദേശിക സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും വയനാടിന്റെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനും എൻ്റെ കേരളം മേളയ്ക്ക് സാധിച്ചു. അറിവും വിനോദവും പങ്കുവെച്ച അതിജീവനത്തിന്റെ സന്ദേശം നൽകിയ ഈ മേള വയനാടിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും. വികസനത്തിന്റെയും ജനകീയ പങ്കാളിത്തത്തിന്റെയും ഉത്സവമായി മാറിയ എൻ്റെ കേരളം വയനാടിനെ സമ്മാനിച്ചത് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. നാളെയുടെ കേരളത്തിലേക്കുള്ള പ്രയാണത്തിൽ വയനാടിന്റെ ഈ ഊർജം മുതൽക്കൂട്ടാകും.